ഒരു ഇടവേളയ്ക്ക് ശേഷം പാകിസ്ഥാനിൽ വീണ്ടും അജ്ഞാതന്റെ ആക്രമണം ഉണ്ടായിരിക്കുന്നു. തലവനെ തന്നെ തീർത്തിട്ടുണ്ടല്ലോ. ലഷ്കർ ഇ തോയ്ബയുടെ കമാൻഡറെ തന്നെ തീർത്തിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങളെന്ന്. അതെ, ഹാഫിസ് സയ്യിദിൻ്റെ, അതായത് ലഷ്കർ ഇ തോയ്ബയുടെ സ്ഥാപകൻ എന്ന് പറയാവുന്ന ഹാഫിസ് സയ്യിദിൻ്റെ വലങ്കൈയായിട്ട് പ്രവർത്തിക്കുന്ന ഷെയ്ഖ് മോയിസ് മുജാഹിദ് എന്ന് പറയുന്ന കൊടും ഭീകരൻ അജ്ഞാതരുടെ വെടിയേറ്റ് മരിക്കുകയാണ് ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായത്. ഇത് പാകിസ്ഥാനിലെ ടെററിസ്റ്റുകളെ മാത്രമല്ല, പലരെയും ഇത് പട്ടാളത്തിലുള്ള പലരെ പോലും, പാകിസ്ഥാനിലെ പട്ടാളത്തിലുള്ള പലരെ പോലും ഞെട്ടിച്ചിരിക്കുകയാണ്. ഇതെങ്ങനെ സാധിച്ചു, എങ്ങനെ സംഭവിച്ചു? അജ്ഞാതൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോരുത്തരെ വെടിവെക്കുന്നത് നിസ്സാരയല്ല. ഹാഫിസ് സയ്യിദിൻ്റെ വലങ്കൈ എന്ന് പറയുമ്പോൾ നമുക്ക് ഊഹിക്കാമല്ലോ എത്രത്തോളം കൊടും ഭീകരനാണെന്ന്. അതായത് ഹാഫിസ് സയ്യിദ് ഇല്ലെങ്കിൽ തൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും നടത്തേണ്ട, തനിക്ക് പകരം ഈ സംഘടനയെ അതായത് ആ സംഘടനയെ പൂർണ്ണമായിട്ട്, ലഷ്കർ ഇ തോയ്ബയെ പൂർണ്ണമായിട്ടും ചലിപ്പിക്കേണ്ട ആളാണ് ഇപ്പോൾ മരണമടഞ്ഞിരിക്കുന്നത്. ആക്രമണങ്ങൾ പതിവാണല്ലേ? ആക്രമണങ്ങൾ പതിവാണ്. ഇതേപോലെ ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്ന അവിടുത്തെ സൈനികരല്ല, അവർ കുറച്ചു നാളുകളായി തന്നെ ഈ അജ്ഞാതനെ തിരക്കി വലിയ നെട്ടോട്ടത്തിലാണ്. അതിനിടയ്ക്കാണ് ഈ ഹാഫിസ് സയ്യിദിനെ തന്നെ അജ്ഞാതനെ പേടിച്ച് കൃത്യമായി ഒരു സുരക്ഷ നൽകുന്നുണ്ട് പാകിസ്ഥാൻ പട്ടാളം. അതെ, ശരിക്കും പറഞ്ഞാൽ ഹാഫിസ് സയ്യിദ് പലപ്പോഴും പോകുമെന്ന് പറഞ്ഞ സ്ഥലത്തേക്കല്ല പോകുന്നതെന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന് വിശ്വാസമില്ല. അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെ പോലും അറിയിക്കുന്നത് ഒരു സ്ഥലത്തേക്കാണ് പോകുന്നതെന്ന് പറയുന്നെങ്കിൽ വേറൊരു സ്ഥലത്തേക്കാണ് പുള്ളി പോകുന്നത്. കാരണം എത്തുമ്പോഴാണ് മനസ്സിലാകുന്നത്. കാരണം തൻ്റെ വഴി അറിഞ്ഞാൽ, അല്ലെങ്കിൽ താൻ താമസിക്കുന്ന എവിടെയെന്ന് അറിഞ്ഞാൽ അജ്ഞാതൻ വന്ന് വെടിവെക്കുമോ എന്നുള്ള ഭയത്തിലാണ് അയാൾ കഴിയുന്നത്. ഇന്ത്യയുടെ ഉൾപ്പെടെ ഏറ്റവും വലിയ നോട്ടപ്പുള്ളിയാണെന്നുള്ളത് നമ്മൾ മറക്കരുത് ഹാഫിസ് സയ്യിദ്. അപ്പോൾ ഹാഫിസ് സയ്യിദിൻ്റെ വലങ്കൈ ഇങ്ങനെ മരണപ്പെട്ടു എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഹാഫിസ് സയ്യിദിൻ്റെ ഹൃദയമിടിപ്പ് ഇപ്പോൾ കൂട്ടിയിരിക്കുകയാണ്. അല്ല, ഇത് പാകിസ്ഥാനിലെ പട്ടാളക്കാരെ സംബന്ധിച്ചല്ലേ പ്രതിസന്ധി? കാരണം ഒരു ഭാഗത്ത് ബലൂചിസ്ഥാൻ്റെ ആക്രമണം നടക്കുന്നു, അഫ്ഗാനിസ്ഥാൻ്റെ ആക്രമണം നടക്കുന്നു, പാക് അധിനിവേശ കാശ്മീരിൽ പ്രശ്നങ്ങൾ നടക്കുന്നു. അങ്ങനെ അതിനിടയിൽ അജ്ഞാതനും കയറി വരുന്നു. അതെ, വാളെടുത്തവൻ വാളാലും നമ്മൾ കൊണ്ട് പറയില്ലേ. ഇത് തീവ്രവാദം കയ്യിലെടുക്കുന്നവർ തീവ്രവാദം കൊണ്ട് തന്നെ നശിക്കുമെന്നുള്ളത് വ്യക്തമാക്കുന്നതാണ് പാകിസ്ഥാനിലെ ഇന്നത്തെ രീതികൾ. അത് ജനങ്ങൾ അസ്വസ്ഥരാണ്. ബലൂചിസ്ഥാൻ എന്ന് പറയുന്ന പ്രദേശം ശരിക്കും പറഞ്ഞാൽ വളരെ രൂക്ഷമായ യുദ്ധം നടക്കുന്ന സ്ഥലമാണ്. നമ്മൾ ഗാസയിൽ കുട്ടികൾ മരിച്ചു, സ്ത്രീകൾ മരിച്ചു എന്നൊക്കെ പറഞ്ഞ് ഇവിടുത്തെ ആളുകൾ കരയുന്നുണ്ടല്ലോ. അതിനേക്കാൾ വളരെ ക്രൂരമായിട്ടാണ് പാകിസ്ഥാനിലെ പട്ടാളവും ചില തീവ്രവാദികളെയും ഒക്കെ അവിടെ കയറ്റിവിട്ടിട്ട് അവിടുത്തെ സാധാരണക്കാരായ സമര പോരാളികളായ സ്ത്രീകളെയും കുട്ടികളെയൊക്കെ അവിടെ സാധാരണക്കാരായ യുവാക്കളെയൊക്കെ ആക്രമണം നടന്നു. ആക്രമണത്തിൽ വലിയ പല മരണങ്ങൾ സംഭവിക്കുകയാണ്. ഇതൊന്നും ആരും കണക്കെടുക്കുന്നില്ല. ചോദ്യം വെസ്റ്റേൺ മീഡിയക്ക് ഇത് കേൾക്കണ്ട. ഗാസ എന്ന് പറഞ്ഞാൽ പലർക്കും കേൾക്കണം, അല്ലേ? ഇതൊന്നും ആർക്കും കേൾക്കണ്ട. അറേബ്യൻ രാഷ്ട്രങ്ങൾക്ക് ഇത് കേൾക്കണ്ട. അത് പാകിസ്ഥാനിൽ നടക്കുന്ന നിസ്സാരമായ കാര്യമാണ്. അപ്പോൾ ഇത് നിസ്സാരമായ കാര്യങ്ങളല്ല. അല്ല, ഈ പ്രശ്നങ്ങൾ നടന്നിട്ട് എന്തുകൊണ്ട് ഈ പാകിസ്ഥാൻ വലിയ സ്വീകാര്യത ലഭിക്കുന്നുണ്ട്? ഇപ്പോൾ അമേരിക്ക വലിയ സ്വീകാര്യതയാണ് നൽകുന്നത്. അവിടുത്തെ പട്ടാള മേധാവി, അവിടുത്തെ പ്രധാനമന്ത്രി നിരന്തരം തങ്ങളുടെ രാജ്യത്തേക്ക് വിളിച്ചു വരുത്തുന്നുണ്ട്. സൗദി അറേബ്യയിലും അറേബ്യൻ രാജ്യങ്ങളായാലും വലിയൊരു പിന്തുണ നൽകുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനം എന്താണ്? അടിസ്ഥാനം ഒന്നേ ഉള്ളൂ. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം നിൽക്കുന്ന അതെവിടെയാണ്? ഏറ്റവും ജോഗ്രഫിക്കലായിട്ടുള്ള ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലത്താണ്, അല്ലേ? ഏതാണ്ട് അതുപോലെ തന്നെയാണ് ഇന്ത്യയുടെ ഇടതുവശത്തും വലതുവശത്തും നിൽക്കുന്ന പാകിസ്ഥാനും ബംഗ്ലാദേശും. ഈ പ്രദേശങ്ങൾ തങ്ങളുടെ അധീനതയിൽ കിട്ടാൻ എല്ലാവർക്കും താല്പര്യമാണ്. ബേ ഓഫ് ബംഗാൾ വഴി ഉള്ള പസഫിക്കിലേക്കും അറ്റ്ലാന്റിലേക്കും ഇന്ത്യൻ ഓഷൻ വഴി അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോകാനുള്ള സൗകര്യങ്ങൾ ബംഗ്ലാദേശ് വഴിയുണ്ട്. അപ്പുറത്ത് കറാച്ചി പോർട്ട് വഴി അറേബ്യൻ സീയും ഇന്ത്യൻ ഓഷനും പസഫിക്കും അറ്റ്ലാന്റിക്കും ഒക്കെ ആയിട്ടുള്ള ലോകത്തെ മുഴുവൻ പ്രദേശങ്ങളിലേക്ക് പോകാൻ, അതുപോലെ തന്നെ ഫാർ ഈസ്റ്റ്, മിഡിൽ ഈസ്റ്റ്, എല്ലായിടത്തുമായിട്ടുള്ള ഏഷ്യ എല്ലാമായിട്ട് ആക്സസ് ഉള്ള ഒരു സ്ഥലമാണ് ഈ പാകിസ്ഥാൻ എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ പാകിസ്ഥാനിൽ ഒരു ബേസ് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ചൈനയെ ത്രട്ടൺ ചെയ്യാം, ഇന്ത്യയെ ത്രട്ടൺ ചെയ്യാം, ഇറാനെ ത്രട്ടൺ ചെയ്യാം, അഫ്ഗാനെ ത്രട്ടൺ ചെയ്യാം. ഇങ്ങനെ ഏത് രാഷ്ട്രത്തെയും ആ പ്രദേശത്ത് അവർക്ക്, അതായത് അമേരിക്കയ്ക്ക് കയ്യെത്താ ദൂരത്ത് നിൽക്കുന്ന പ്രദേശങ്ങളാണ് ഇതൊക്കെ, അല്ലേ? ആ പ്രദേശങ്ങളെ മുഴുവൻ കൈക്കലാക്കാൻ അല്ലെങ്കിൽ വിരട്ടാൻ കഴിയുന്ന ഒരു ബേസാണ് പാകിസ്ഥാൻ. ആ ബേസ് കൊടുക്കാമെന്ന് എഴുതി കൊടുത്തിരിക്കുകയാണ്
ആദ്യത്തെ പരസ്പര ലഞ്ച് കഴിഞ്ഞപ്പോൾ അസീം മുനീർ അല്ലേ, പാകിസ്ഥാൻ പട്ടാള മേധാവി, അത് തന്നെയാണ് അവരുടെ തുറുപ്പ് ചീട്ട്. രാജ്യം വിറ്റ് ജനങ്ങളെ കഷ്ടത്തിലാക്കി കുറച്ച് പട്ടാള ഉദ്യോഗസ്ഥർക്ക് സുഖലോലിപതരായി ജീവിക്കാനുള്ള സാഹചര്യം. ഇതിപ്പോഴല്ല, 1947 ഒരു വർഷം കഴിഞ്ഞതോടുകൂടി, ജിന്നയുടെ മരണം കഴിഞ്ഞതോടുകൂടി പിക്ചറേ മാറി. ജിന്നയുടെ മരണം കഴിഞ്ഞതോടുകൂടി പാകിസ്ഥാൻ എന്ന് പറയുന്ന പ്രദേശം പട്ടാളക്കാരുടെ കൂത്തരങ്ങായി മാറി. എന്നും ഒരാളല്ലെങ്കിൽ വേറൊരാൾ മിലിറ്ററി കൂപ്പാണ് നടക്കുന്നത് അല്ലേ. യാഹ്യാ ഖാൻ മുതൽ ഇങ്ങോട്ട് ആരെ നമ്മളെടുത്ത് പിന്നെ ഭൂട്ടോ ആയാലും ആരായാലും വന്നിട്ടുള്ളവർക്കൊക്കെ എന്തെങ്കിലും ജനാധിപത്യപരമായിട്ട് ആര് വന്നിട്ടുണ്ടോ അവരെ തട്ടിയിട്ട് അപ്പം തന്നെ വീണ്ടും ഒരു പട്ടാളക്കാരനാണ് വരുന്നത്. ആ വിധത്തിലാണ് അവിടെ ഭരണം പോയിരുന്നത്. അവിടെ പ്രധാനമന്ത്രിയായാലും സൈനിക മേധാവിയായാലും പ്രതിരോധ മന്ത്രിയായാലും ആഭ്യന്തര മന്ത്രിയായാലും പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട് എന്ത് നടന്നാലും അതിന്റെ ഉത്തരവാദിത്വം ഇന്ത്യയുടെ തലയിലാണ് ചാർത്തുന്നത്. അത് ഏറ്റവും അവസാനം അഫ്ഗാനിസ്ഥാനുമായുള്ള ആ സംഘർഷത്തിൽ പിന്നീട് ഇപ്പോൾ അജ്ഞാതനുമായി ഇടയ്ക്കിടയ്ക്ക് പറയും. അപ്പോൾ ഇതും ഇന്ത്യയുടെ തലയിൽ തന്നെ ചാർത്തുന്നു. ഇന്ത്യയുടെ തലയിൽ ചാർത്തുള്ളൂ, തീർച്ചയായിട്ടും അതല്ലേ ഉള്ളൂ. കാരണം ഇത് എന്ത് വന്നാലും ഇന്ത്യയുടെ തലയിൽ ചാർത്തിയാലേ അവർക്ക് അവിടെ നിലനിൽപ്പുള്ളൂ. പാകിസ്ഥാൻ ജനങ്ങളെ ഐക്യപ്പെടുത്തണമെങ്കിൽ ഇന്ത്യ വിരോധം വേണം. ഇന്ത്യ വിരോധം എന്ന് പറഞ്ഞാൽ ഹിന്ദു വിരോധം. അതായത് 47 വിഭജനത്തിന് മുമ്പ് തന്നെ ഈ രാജ്യത്ത് ബ്രിട്ടീഷുകാർ ഏതാണ്ട് ഒരു നൂറ്റാണ്ടോളമായി പാല് കൊടുത്ത് വളർത്തിയിരുന്ന ഹിന്ദു മുസ്ലിം വിരോധം അത് തന്നെയാണ് ഇപ്പോഴും അവർ വളർത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 2 രാജ്യങ്ങളിലായെന്നേ ഉള്ളൂ. പണ്ട് ഇന്ത്യക്കകത്താണ്. ഇന്ത്യക്കകത്ത് മുസ്ലിം എന്ന് പറഞ്ഞ് ഇങ്ങനെ താലോലി ഓരോ പ്രോത്സാഹനങ്ങൾ കൊടുത്തുകൊണ്ട് അവരെ ഒരു വിധത്തിൽ കൊണ്ടുപോവുക, ഹിന്ദുക്കളെ വേറൊരു വിധത്തിൽ കൊണ്ടുപോവുക, എന്നിട്ട് രണ്ടും തമ്മിൽ കൂട്ടിയടിപ്പിക്കുക. ഇലക്ഷൻ പോലും അങ്ങനെയായിരുന്നു. 37 ഇലക്ഷൻ 1937 പ്രൊവിൻസുകളിലേക്ക് ഇലക്ഷൻ നടത്തിയപ്പോൾ എങ്ങനെയാണെന്നറിയാമോ? വോട്ടർ പട്ടിക പ്രായപൂർത്തി വോട്ടർ പട്ടികയല്ല, മുസ്ലിം വോട്ടർ പട്ടിക, ഹിന്ദു വോട്ടർ പട്ടിക, സിഖ് വോട്ടർ പട്ടിക, ജൈന വോട്ടർ പട്ടിക, ഇങ്ങനെ ഓരോ കാസ്റ്റിന് ഷെഡ്യൂൾ കാസ്റ്റ് വോട്ടർ പട്ടിക, പട്ടികജാതി പട്ടികവർഗ്ഗക്കാർക്ക്, ഗിരിവർഗ്ഗക്കാർക്ക് വേറെ വോട്ടർ പട്ടിക, ബിസിനസ്സുകാർക്കും ജന്മിമാർക്കും വേറെ വോട്ടർ പട്ടിക. ഇങ്ങനെയാണ് അവർ വോട്ടർ പട്ടിക പോലും തയ്യാറാക്കിയിരുന്നത് ബ്രിട്ടീഷുകാർ നമുക്ക് ഈ പ്രോവിൻസിലേക്കുള്ള ഇലക്ഷനിലേക്കൊക്കെ അവസരം തന്നപ്പോൾ. അപ്പോൾ ഇന്ത്യയെ എങ്ങനെയും വിഭജിക്കുക, എത്രയും കഷ്ണമാക്കി കൊണ്ടുപോവുക. അത് അവർ പിന്നെ സ്വാതന്ത്ര്യത്തിന് മുമ്പ് നടത്താൻ നോക്കി. സ്വാതന്ത്ര്യം കഴിഞ്ഞിട്ടും വിൻസ്റ്റൺ ചർച്ചിൽ പറഞ്ഞിരുന്നത് ഇത് കുറച്ച് ദിവസത്തേക്ക് ഇത് കഴിയുമ്പോൾ നമ്മുടെ അടുത്ത് വരും, ഇതിനെല്ലാം കൂടെ ഒന്നിപ്പിച്ച് തരാൻ പറഞ്ഞിട്ടുണ്ട്, എല്ലാം തലതല്ലി കയറി പോകും എന്ന് പറഞ്ഞിരുന്നതാണ്. അപ്പം അതിനെയൊക്കെ കൂട്ടിയോജിപ്പിക്കാൻ പട്ടേലിന് കഴിഞ്ഞു. അത് കഴിഞ്ഞ് വന്ന ജനാധിപത്യ സംവിധാനങ്ങൾക്ക്, നെഹ്റു മുതൽ ഇന്നിരിക്കുന്ന നരേന്ദ്രമോദി വരെയുള്ള പ്രധാനമന്ത്രിമാർക്ക്, ജനാധിപത്യ സംവിധാനങ്ങൾക്ക് ഇന്ത്യയെ ഒന്നിപ്പിച്ചു നിർത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇന്ത്യയുടെ ഒരു പ്രത്യേകത. ഈ ഭീകരവാദികളെ അമർച്ച ചെയ്താലും പുതിയവർ വളർന്നു വരുമല്ലേ, അതാണ് പാകിസ്ഥാന്റെ രീതി. അത് നമ്മളൊരു ഗുണ്ട എങ്ങനെയാണ്, ഒരു ജംഗ്ഷനിൽ ഒരു ഗുണ്ട ഉണ്ട്, അല്ലെങ്കിൽ ഒരു നാട്ടിലൊരു ഗുണ്ടയുണ്ട്. ഗുണ്ടകളുള്ള അവിടുത്തെ എങ്ങനെയാണ് സംഭവിക്കുക? ഒരു ഗുണ്ട ഉണ്ടാകുമ്പം അവനെ എതിർക്കാനായിട്ട് വേറൊരുത്തനിങ്ങനെ അവിടെ വരും. എന്തെങ്കിലും ഒരു കൊച്ചു പിച്ചാത്തിക്ക് അവൻ കശാപ്പ് ചെയ്യും. അന്ന് മുതൽ അവനാണ് ഗുണ്ട. നമ്മൾ കിരീടം സിനിമ കണ്ടിട്ടില്ലേ? കൊച്ചിൻ ഹനീഫയുടെ കഥാപാത്രം ഉണ്ടല്ലോ, അതുപോലെയാണ്. ഇത് തന്നെയാണ് തീവ്രവാദികളുടെയും ലൈൻ. ഒരു തീവ്രവാദി പോകുമ്പോൾ വേറൊരു തീവ്രവാദി വരും. ആ തീവ്രവാദി ഗ്രൂപ്പിനെ അടിച്ചൊതുക്കുമ്പോൾ വേറെ ഒരെണ്ണം സെറ്റപ്പ് ചെയ്യും. കാരണം ഇത് വളരെ ലാഭകരമായൊരു ബിസിനസ്സാണ് തീവ്രവാദം എന്ന് പറയുന്നത്. നമ്മൾ വിചാരിക്കും പോലെയല്ല. ഇതിന് പണം കൊടുക്കാൻ ഒത്തിരി പേര് ഈ ലോകത്തുണ്ട്, ചില രാഷ്ട്രങ്ങളെ നശിപ്പിക്കാൻ. കാരണം ഇത് എല്ലാവർക്കും പട്ടാളത്തെ ഇറക്കി. ഇപ്പം പാകിസ്ഥാൻ പോലും അവിടുത്തെ ജനതയെ പോലും പലപ്പോഴും തീവ്രവാദികളെ വെച്ചാൽ കൈകാര്യം ചെയ്യുന്നത്. ബലൂചിസ്ഥാനിൽ തീവ്രവാദികളാണ് പോയി അടിക്കുന്നത്. അതുപോലെ തന്നെ പട്ടാളക്കാർക്ക് ഇറങ്ങാൻ പഠിച്ചിട്ട് അവർ പറയും തീവ്രവാദികളെടുത്ത് നിങ്ങൾ പോയി മറ്റവനെയൊക്കെ ഒന്ന് തട്ടിയേക്കാൻ പറയും. പോലീസ് പോലും പോകാറില്ല. ആ രീതിയിലാണ് അവരുടെ പോക്ക്. അപ്പോൾ ഇത്തരത്തിൽ ഇന്ത്യയെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ശക്തികളെ ചില അജ്ഞാതന്മാർ തട്ടിക്കൊണ്ടിരിക്കുകയാണ്. 2025 ആഗസ്റ്റ് 31 ധാക്കയിലെ 5 സ്റ്റാർ ഹോട്ടലിൽ ഒരു അമേരിക്കൻ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥൻ ടെറൻ ആർബിൻ ജാക്വിലിൻ മരിച്ചതും ഒരു അജ്ഞാതൻ്റെ വെടിയേറ്റാണ്. അമേരിക്കയെ പോലും ഞെട്ടിച്ചു. ഇതാരടാ? നമ്മുടെ നമ്മുടെ ഒരു പ്രധാനിയെ ഇങ്ങനെ വെടിവെച്ച് കൊല്ലാൻ ഒരു അജ്ഞാതൻ. അപ്പം അജ്ഞാതന്മാർ ഇന്ത്യയോട് എതിർക്കുന്ന പലയിടത്തും കിടന്ന് കളിക്കുന്നുണ്ട്. പണ്ട് കാനഡയിലായിരുന്നു, ഇപ്പം അവിടെ ചില ഒതുങ്ങി. കാരണം കാനഡയിലെ അധികാരമാറ്റം വന്നതോടുകൂടി അവന്മാരെല്ലാം ചവിട്ടി ഒതുക്കി. ഇപ്പം നമ്മളെ എതിർക്കുന്നിടത്ത് നമ്മുടെ
ആരോ ചില അജ്ഞാതന്മാർ നമുക്ക് വേണ്ടി എന്തൊക്കെയോ ചെയ്തു. ദൈവാധീനം എന്ന് പറയാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.